നമസ്കാരം. ഒരു വിഭാഗം മനുഷ്യരുണ്ട്, എപ്പോഴും ആരെങ്കിലുമൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കും. ലോകം മുഴുവൻ ഇത്തരം ആൾക്കാരുണ്ടെന്നെടുത്ത് പറയണം. ഇങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വിഭാഗത്തിനെ കൃത്യമായി തിരിച്ചറിയുകയും നടപടി സ്വീകരിക്കുകയും വേണം. റംസാനിൽ അനധികൃത പണപ്പിരിവിനും ഭിക്ഷാടനത്തിനുമെതിരെ നടപടി കർശനമാക്കിയിരിക്കുകയാണ് UAE. ലൈസൻസ് എടുക്കാതെ തെരുവ് കച്ചവടം ചെയ്യുന്നവരും പിടിയിലാകും. നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും UAE മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ജനങ്ങളുടെ അനുകമ്പ ചൂഷണം ചെയ്ത് പണപ്പിരിവും ഭിക്ഷാടനവും വ്യാപകമാകാനിടയുള്ള പശ്ചാത്തലത്തിലാണ് നിയമം കടുപ്പിക്കുന്നത്. UAE അംഗീകൃത ഏജൻസികൾക്ക് മാത്രമാണ് ധനസമാഹരണത്തിനും സംഭാവന സ്വീകരിക്കാനും അനുമതിയുള്ളത്. നിയമം ലംഘിച്ച് ധനസമാഹരണം നടത്തുന്നവർക്ക് തടവും 2 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. പിരിച്ച സംഖ്യ കോടതി ഉത്തരവിലൂടെ പിടിച്ചെടുക്കുമെന്ന് സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ധനസമാഹരണവും സംഭാവനകളും അർഹരായവരിലേക്ക് എത്തുന്നെന്ന് ഉറപ്പാക്കുന്നതിന് അംഗീകൃത ഏജൻസികൾക്ക് മാത്രമേ സംഭാവന നൽകാവൂ എന്നും പറയുന്നുണ്ട്. ഇതിനായി ഫെഡറൽ പ്രാദേശിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് പ്രവർത്തിക്കുകയാണ്. റംസാനിൽ റെസ്റ്റോറന്റുകൾ നേരിട്ട് ഭക്ഷണപ്പൊതികൾ സംഭാവന ചെയ്യാൻ പാടില്ലെന്നും അംഗീകൃത ഏജൻസികൾ വഴി ഇവ വിതരണം ചെയ്യാവൂവെന്നുമാണ് നിയമം. ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനും സഹായം അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് നിയന്ത്രണം. റെഡ് ക്രസന്റ് ഉൾപ്പെടെ UAE 34 സർക്കാർ സ്ഥാപനങ്ങൾക്കും ജീവകാരുണ്യ സംഘടനകൾക്കുമാണ് റംസാനിൽ ധനസമാഹരണത്തിന് അനുമതിയുള്ളത്. ജീവകാരുണ്യത്തിനായി ശേഖരിച്ച തുക വകമാറ്റി ചെലവഴിക്കുന്നവർക്ക് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം ദിർഹം വരെ പിഴ നൽകേണ്ടി വരും. പണപ്പിരിവിനെത്തുന്നവർ അംഗീകൃത സംഘടനയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ബോധവൽക്കരണവും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അനധികൃത പിരിവും ഭിക്ഷാടനവും തെരുവ് കച്ചവടവും നിരീക്ഷിക്കും. പ്രാർത്ഥനാ സമയങ്ങളിൽ റോഡിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് കൂടുതൽ പെട്രോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതായിരിക്കും. ഷാർജയിലെ പള്ളികൾക്കും സമീപമുള്ള പാർക്കിംഗ് പ്രാർത്ഥനാ സമയങ്ങളിൽ സൗജന്യമാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ വിളിച്ചറിയിക്കാൻ നമ്പരും അധികൃതർ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഭിക്ഷാടകർ ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തീർത്ഥാടനം എന്ന പേരിൽ യാത്ര ചെയ്യുകയും തുടർന്ന് ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെന്ന് നേരത്തെ വാർത്ത വന്നിരുന്നു. ഈ രാജ്യങ്ങളിൽ അറസ്റ്റിലായ ഭിക്ഷാടകരിൽ 90% പാകിസ്ഥാൻ പൗരന്മാരായിരുന്നു. തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദിയിൽ പാകിസ്ഥാൻ യാചകർ എത്തുന്നതായിരുന്നു സൗദിയെ പ്രകോപിപ്പിച്ചത്. യാചകരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതോടെയാണ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി ഭരണകൂടം പാകിസ്ഥാന് താക്കീത് നൽകിയത്. ഉംറ, ഹജ്ജ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മറവിലാണ് പാകിസ്ഥാനിൽ നിന്നും യാചകർ സൗദിയിൽ എത്തിക്കൊണ്ടിരുന്നത്. ഉംറ വിസയിലെത്തുന്ന പാകിസ്ഥാൻ യാചകർ പിന്നീട് അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് ഭിക്ഷാടനം നടത്തി വരികയായിരുന്നു. പാകിസ്ഥാൻ ഭിക്ഷാടകരുടെ എണ്ണത്തിൽ സൗദി അറേബ്യ ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്നുള്ള ഉംറ, ഹജ്ജ് തീർത്ഥാടകരെ പ്രതികൂലമായി ബാധിക്കുമെന്നും സൗദി അറേബ്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയാണ് സൗദി അറേബ്യ പാകിസ്ഥാന് നൽകിയത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈ നാട് മലയാളം.